ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. ശ്രുതിയോട് കൂടുതൽ അടുക്കും തോറും സത്യങ്ങളെല്ലാം അവൾ എടുത്ത് തുറന്നു പറയാം. അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം എന്നായിരിക്കും അശ്വിന്റെ തീരുമാനം. എന്നാ ശ്രുതി നല്ല ഉറക്കമായിരിക്കും. അശ്വിനെ ചേർത്ത് പിടിച്ചാണ് ശ്രുതി കിടക്കുന്നത്. ഉറക്കത്തിലാണെങ്കിലും അശ്വിൻ ശ്രുതിയുടെ ആ കൈയൊന്നും മാറ്റാനായിട്ട് ശ്രമിക്കുന്നില്ല കേട്ടോ. അങ്ങനെ തന്നെ അശ്വിൻ കിടക്കുന്നുണ്ട്. ശ്രുതി പറഞ്ഞിരുന്നു സത്യങ്ങളെല്ലാം അശ്വിൻ സാർ എന്റെ അടുത്ത് പറഞ്ഞ ആ നിമിഷം അശ്വിൻ സാറിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോവുമെന്ന്. അതൊക്കെ പേടിച്ചിട്ടായിരിക്കും അശ്വിൻ ചോദിക്കാത്തത്. എല്ലാ സത്യങ്ങളും ശ്രുതിയോട് ചോദിക്കണം. എന്നാ ചേച്ചിയുടെ സീമന്തം കഴിഞ്ഞതിന് ശേഷം എല്ലാം അവളോട് ചോദിക്കാം എന്നായിരിക്കും അശ്വിൻ തീരുമാനിക്കുന്നത്. പിന്നീടായിട്ട് കാണിക്കുന്നത് അടുത്ത റൂമില് നമ്മുടെ അഞ്ജലിയും ശ്യാമും തമ്മിൽ സംസാരിക്കുന്നതാണ്. അഞ്ജലി ആണെങ്കില് ശ്യാമിനോട് ചോദിക്കുന്നുണ്ട്, ശ്യാമേട്ടാ, ഇങ്ങനൊരു സാഹചര്യത്തില് നമ്മൾ രണ്ടുപേരും വരുമെന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ് നമ്മൾ അധികം എങ്ങോട്ടൊന്നും പോയിട്ടില്ലല്ലോ. എന്നാ ഇതെനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന നിമിഷങ്ങളാ. ഞാനും ശ്യാമേട്ടനും പിന്നെ നമ്മുടെ കുഞ്ഞും. ഈ ഒരു ലോകം എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാ ശ്യാമേട്ടാ. അതെ അതെ, എനിക്കും ഒരുപാട് പ്രിയപ്പെട്ടതാ എന്ന് ശ്യാം പറയുന്നുണ്ട്. ശ്യാമേട്ടൻ അറിയോ, ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് നമുക്കൊരു കുഞ്ഞില്ലാത്തത് ഓർത്ത്. കല്യാണം കഴിഞ്ഞ് ഒരുപാട് നാള് ഞാൻ എന്തൊക്കെ തരണം ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ശ്യാമേട്ടന് പോലും എന്നോട് ദേഷ്യം തോന്നിയോ എന്നൊക്കെയായിരുന്നു ഞാൻ കരുതിയത്. ഒരു വിശേഷത്തിനും ശ്യാമേട്ടൻ വീട്ടിലോട്ട് വരില്ലായിരുന്നു. അത് ചോദ്യം ചെയ്യാനും ഞാൻ നിൽക്കാറില്ല. എന്നാ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. എപ്പോഴും ശ്യാമേട്ടൻ എന്റെ കൂടെ തന്നെയുണ്ട്. പുറത്തോട്ട് എങ്ങോട്ടും പോകുന്നില്ല. മറ്റേത് ജോലിക്കാരൻ പറഞ്ഞ് 1-2 ദിവസം ശ്യാമേട്ടൻ വീട്ടിലോട്ട് വരാറേ ഇല്ലായിരുന്നു. ഇപ്പൊ എന്റെ കൂടെ തന്നെ ഇരിക്കുന്നില്ലേ. അതൊക്കെ കാണുമ്പോൾ എനിക്കിതിലും വലിയ സന്തോഷം കിട്ടാനില്ലേ ശ്യാമേട്ടാ. അത്രയും ഹാപ്പിയാ ഞാൻ. ഇത് കേൾക്കുമ്പോൾ ശ്യാം മനസ്സ് ചിന്തിക്കുന്നുണ്ട്, ഞാൻ കാണാൻ പോയിരുന്നതേ എന്റെ ശ്രുതിയെയാ. ആ ശ്രുതി ഇപ്പോ നിന്റെ വീട്ടിൽ തന്നെയുണ്ട്. പിന്നെ ഞാനെന്തിനാ വീട് വിട്ടു പോകുന്നേ? അതും അശ്വിൻ കൂടെ ഉള്ളപ്പോ ഞാൻ ശ്രുതിയുടെ കൂടെ തന്നെ വേണം. അതുകൊണ്ടാ എങ്ങോട്ടും പോവാതെ ഞാൻ ആ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. അല്ലാതെ നിന്നോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ടൊന്നല്ല എന്ന് മനസ്സിലിങ്ങനെ പറയാം. ശ്യാമേട്ടാ, ഞാൻ കുറച്ചു നേരം ശ്യാമേട്ടൻ്റെ മടിയിൽ കിടക്കട്ടെ? ആ, അതിനെന്താ, കിടന്നോ എന്നും പറഞ്ഞ് ശ്യാം അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അഞ്ജലി മടി കിടക്കുക. ശ്യാമിനാണെങ്കിൽ വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും. എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുക, അവളുടെ ഓരോ ആഗ്രഹങ്ങള് എന്നൊക്കെ പറഞ്ഞായിരിക്കും ശ്യാം ഇരിക്കുന്നത്. അപ്പോഴേക്കും പാവ അഞ്ജലി ക്ഷീണം കൊണ്ട് ഉറങ്ങിക്കാണും. അങ്ങനെ പതിയെ അഞ്ജലിയുടെ തല അങ്ങനെ നിലത്ത് വെച്ച് ശ്യാം അങ്ങ് എഴുന്നേക്കാണ്. ഓ, ശല്യം തന്നെ. എന്തായാലും 2-3 ദിവസം അതിനുള്ളിലെ ഞാൻ എൻ്റെ ശ്രുതിയായിട്ട് എൻ്റെ കാര്യം നോക്കി പോവും. പിന്നീട് നീ ഇങ്ങനെ ഇവിടെ തനിയെ തന്നെ ഇരിക്കും. നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന നിന്റെ അനിയനുണ്ടല്ലോ, അനിയൻ നിന്നെ നോക്കിക്കോളും. ഞാൻ എൻ്റെ കാര്യം നോക്കി പോവും എന്നും പറഞ്ഞ് ശ്യാം അവിടെ നിന്ന് പോകുന്നു. പിന്നീടായിട്ട് ശ്യാം കുറച്ച് ഗുണ്ടകളെ കാണാനായിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു കാടിനുള്ളിൽ വെച്ചായിരിക്കും അവരെ കാണുന്നത്. ഇവര് ഒരു ഹണിമൂൺ ട്രിപ്പിന് പോയതാണ് കേട്ടോ. അതുപോലുള്ള സ്ഥലത്താണ് അവര് റൂം എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ഉള്ളിലോട്ട് CCTV ഒന്നും ഇല്ലാത്ത സ്ഥലത്തോട്ട് ശ്യാം പോകുന്നത്. അങ്ങനെ ശ്യാം അവരെടുത്ത് കാര്യങ്ങളെല്ലാം പറയാണ്. ഞാൻ ഫോട്ടോയിൽ കാണിച്ചെന്ന പെൺകുട്ടിയാ. ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകണം. 3 ദിവസം നിങ്ങളുടെ കസ്റ്റഡിയിൽ വെക്കണം. അതിനുശേഷം ഞാൻ വന്നോളാം. കാര്യങ്ങളൊക്കെ വ്യക്തമായില്ലേ? സാർ അതൊന്നും ഓർത്ത് ഒട്ടും ടെൻഷൻ അടിക്കണ്ട. കറക്റ്റ് സമയത്ത് ആ പെൺകുട്ടി എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു. എന്നാ ഇതാ പൈസ എന്നും പറഞ്ഞ് പൈസ കൊടുക്കുന്നുണ്ട്. സൂക്ഷിക്കണം, ഇവിടെയൊക്കെ പാമ്പുള്ളതാ. പോകുമ്പോ നിങ്ങളെ പാമ്പെങ്ങാനും കൊത്തിയാലേ എന്റെ പ്ലാനൊക്കെ പോവും. അതുകൊണ്ട് സൂക്ഷിച്ചു പോ. അങ്ങനെ ശ്യാമു അവിടെ നിന്ന് വേഗം തന്നെ പോകുന്നുണ്ട്. ശ്യാമിന്റെ പ്ലാൻ ശ്രുതിയെ തട്ടിക്കൊണ്ടു പോകലാണ്. 2-3 ദിവസം മാറ്റി പാർപ്പിച്ച് പിന്നീട് ശ്യാം തന്നെ ശ്രുതിയെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ശ്രുതിയുമായിട്ട് സുഖമായിട്ട് ജീവിക്കുക എന്നാണ് കരുതുന്നത്. അങ്ങനെ ആ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട്. അങ്ങനെ ഒരു വാട്ടർഫാൾസിന്റെ അടുത്തോട്ടൊക്കെ പോയി അവരവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണുമായിരിക്കും. വെള്ളം വന്ന് വീഴുന്നു കാണുമ്പോൾ ശ്രുതിക്ക് അതിലിറങ്ങാനും അതിന് താഴെ നിൽക്കാനും ഒക്കെ തോന്നുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ആകാശ് പറയുന്നുണ്ട് പ്രീതിയുടെ അടുത്ത്, എനിക്കും വെള്ളത്തിലോട്ട് ഇറങ്ങണമെന്നുണ്ട്. നീ ഇറങ്ങുന്നുണ്ടോ? ഏയ്, ഞാൻ ഇറങ്ങുന്നില്ല. നീ വെള്ളത്തിലോട്ടൊന്നും പോകണ്ട. ഇന്നലെ നടന്നതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. വെള്ളത്തിൽ ഇറങ്ങിയാലെങ്കിലും എനിക്കൊന്ന് പൊട്ടിക്കരയാലോ. എന്റെ സങ്കടങ്ങളൊക്കെ തീർക്കാലോ. ഞാൻ കരയുന്നത് ആരും കാണില്ലല്ലോ. എന്താ ആകാശേ, എല്ലാവരും നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പ്രീതി പറയുന്നുണ്ട്. എന്നാ ശ്രുതിക്ക് വലിയ ആഗ്രഹമായിരിക്കും അതിലോട്ടൊന്ന് ഇറങ്ങണമെന്ന്. അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി നിനക്ക് ഇറങ്ങണമെന്നുണ്ടോ? വേണമെങ്കിൽ ഇറങ്ങിക്കോ.
ആ എനിക്ക് ആ വെള്ളം ചാടുന്ന കാണുമ്പോ അതിന് ചോട്ടിൽ നിന്ന് ഡാൻസ് കളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. എന്നാ നീ ഇറങ്ങിക്കോ എന്ന് അശ്വിനും പറയുന്നുണ്ട്. ഞാനൊന്നുമില്ല എന്ന് അപ്പൊ തന്നെ അശ്വിൻ പറയാ. അങ്ങനെ നിങ്ങളില്ലാതെ ഞാൻ പോവില്ല. അശ്വിനെ വലിച്ച് അതിലോട്ട് ഇറക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ അതിന് താഴെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് തൊട്ടുരുമി നിൽക്കുന്നൊക്കെ കാണുമ്പോൾ ശ്യാമിനങ്ങ് സഹിക്കുന്നേ ഉണ്ടായിരിക്കില്ല. ദേഷ്യത്തില് ശ്യാം ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ മതി മതി, ഇനി ഒരുപാട് നേരം നിന്നാലേ പനി പിടിക്കും എന്നും പറഞ്ഞ് പ്രീതി വിളിക്കുന്നുണ്ട്. അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ കൈയും പിടിച്ച് അങ്ങ് കയറി വരുന്നുണ്ട്. ഈ സമയത്ത് ആകെ നനഞ്ഞിരിക്കുമായിരിക്കും ശ്രുതിയെ തന്നെ ശ്യാം ഇങ്ങനെ ഇടഞ്ഞു നോക്കുന്നുണ്ട്. അടിമുടി നോക്കുന്ന സമയത്ത് അത് പ്രീതി ശ്രദ്ധിക്കുന്നുണ്ട്. പ്രീതിയാണെങ്കിൽ ഇത് കണ്ട് പെട്ടെന്ന് തന്നെ ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി നല്ല നനഞ്ഞിരിക്കുക, നിനക്ക് ജലദോഷം വരും, നീ പോയിട്ട് വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് വായെന്ന്. അങ്ങനെ ശ്യാമിന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട് ശ്രുതിക്ക്. അങ്ങനത്തെ നോട്ടാ നോക്കുന്നതെന്ന്. അങ്ങനെ വേഗം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് പോവാ. എന്നാ അഞ്ജലി അശ്വിൻ്റെ അടുത്തും പറയുന്നുണ്ട്, നീയും നനഞ്ഞിരിക്കുകയല്ലേ, നീയും പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വായെന്നും പറഞ്ഞ് അശ്വിനെയും പറഞ്ഞു വിടാം. എന്നാ ആ സമയത്തായിരിക്കും നമ്മുടെ ശ്യാമ് ആ ഗുണ്ടകളെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. ഡ്രസ്സ് മാറ്റാനായിട്ട് റിസോർട്ടിന്റെ ബാക്കിലോട്ട് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. ഫോട്ടോ നോക്കി കൺഫേം ചെയ്തിട്ട് ആ കുട്ടിയെ കൊണ്ടുപോക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അശ്വിനാണെങ്കിൽ ഡ്രസ്സെല്ലാം മാറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് പ്രീതി ചോദിക്കുന്നുണ്ട്, അശ്വിൻ സാറേ എവിടെ, ശ്രുതി എവിടെ, അവളെ കണ്ടില്ലല്ലോ, അവളല്ല ആദ്യം പോയത്. അവളെ ഞാനും കണ്ടില്ലല്ലോ, ഞാൻ റൂമിൽ പോയി ഡ്രസ്സ് മാറ്റി വന്നു, അവള് റൂമിലില്ല. ഞാൻ കരുതി ഡ്രസ്സ് മാറ്റി പോയി കാണുമെന്ന്. പിന്നെ എവിടേക്കാ അവള് പോയത്? അറിയില്ലല്ലോ. എടാ കുഞ്ഞ, നീ ഒന്ന് പോയി നോക്ക്. ആകാശെ, ശ്രുതിയെ കാണുന്നില്ല, നീയൊന്ന് തെരയ് എന്നും പറഞ്ഞ് ആകാശിനെയും വിടാണ്. ഇതേ സമയത്ത് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അഞ്ജലിയോട് പറയുന്നുണ്ട്, അഞ്ജലി എന്നാ ഞാനും പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് ശ്യാമും പോകുന്നുണ്ട്. ശ്യാമ് തരയുന്നൊന്നുമില്ല, ശ്യാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കുക. അങ്ങനെ പിന്നീട് വന്ന് പറയുന്നുണ്ട് അഞ്ജലിയോട്, ചേച്ചി അവിടെയൊന്നും കാണുന്നില്ല ശ്രുതിയെ എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലിയും പ്രീതിയും ആകെ ടെൻഷനിലായിരിക്കും. ചേച്ചി ഞാൻ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് അശ്വിൻ കാടിനുള്ളിലോട്ട് കയറുവാണ്. അങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട്, ശ്രുതി എന്ന്. അപ്പോഴേക്കും 3-4 പേര് ചേർന്ന് വായും കൈയും ഒക്കെ കെട്ടി വലിച്ചു കൊണ്ടുപോവുമായിരിക്കും ശ്രുതിക്കാണെങ്കിൽ ഉറക്കെ ശബ്ദം വെക്കാനൊന്നും പറ്റുന്നുണ്ടായിരിക്കില്ല. കാട്ടിലൂടെ അങ്ങ് കൊണ്ടുപോവാ. അതുപോലെ ആ വഴിക്ക് തന്നെ അശ്വിനും വരുന്നുണ്ട്. അശ്വിൻ വിളിക്കുന്ന സമയത്ത് ശ്രുതി കേൾക്കുന്നുണ്ടെങ്കിലും മറുപടി കൊടുക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ കാടിനുള്ളിലോട്ട് ശ്രുതിയെ കൊണ്ടുപോവാ. അങ്ങനെ പിന്നീടായിട്ട് ആകാശും പ്രീതിയും കാടിനുള്ളിലോട്ട് വരുന്നുണ്ട്. അവരും ഇതുപോലെ അന്വേഷിക്കുകയാണ്. അപ്പോഴായിരിക്കും കാട്ടിലൂടെ 2 പേര് വരുന്നത്. അവരുടെ അടുത്ത് പ്രീതി പോയി സംസാരിക്കുന്നുണ്ട്. എൻ്റെ അനിയത്തിയെ കാണാനില്ല എന്നോ? ഈ കാടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. കാടിനെ കുറിച്ച് അറിയുന്നവർക്ക് തന്നെ കാട്ടിലൂടെ നടക്കാൻ പേടിയാ. അപ്പോഴാ തനിയെ നിങ്ങളുടെ അനിയത്തി കാടിനുള്ളിൽ കയറിപ്പോയത്. ഒന്നും പറയാൻ പറ്റില്ല എന്താ സംഭവിക്കുക എന്ന്. എത്രയും വേഗം നിങ്ങൾ കാടിന് വെളിയിൽ പോകുന്ന നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനും അത് ആപത്താണ് എന്നൊക്കെ അവർ പറയണം. ഇത് കേട്ട് പ്രീതി ആകെ പൊട്ടിക്കരയുന്നുണ്ടായിരിക്കും. ആകാശെ, എൻ്റെ അനിയത്തി കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല, എനിക്ക് അവളെ കാണണം എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അശ്വൻ വരുന്നുണ്ട്. എന്താ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? അപ്പൊ ചേച്ചിയുടെ താഴെയാ. ചേച്ചിയെ വേഗം റിസോർട്ടിലോട്ട് ആക്കി കൊടുക്ക്, എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലേട്ടാ, അവിടെ ശ്യാമേട്ടനുണ്ട്, ശ്യാമേട്ടൻ നോക്കിക്കോളും. പറ്റില്ല, നീ അങ്ങോട്ട് ചെല്ല്. പ്രീതി നീയും പോ, ഞാൻ എങ്ങോട്ടും പോവില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എനിക്ക് എൻ്റെ അനിയത്തിയെ കിട്ടണം. അവൾ എങ്ങോട്ടാ പോയി അശ്വിൻ സാറേ, എനിക്ക് അവളെ കാണണം എന്നൊക്കെ പറഞ്ഞ് പ്രീതി കരയുന്നുണ്ട്. നമുക്ക് തിരയാം, അവൾ എങ്ങോട്ടും പോയി കാണില്ല, ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണും എന്ന് അശ്വിനും പറയുന്നുണ്ട്. അങ്ങനെ അഞ്ജലിയെ റിസോർട്ടിലോട്ട് ആക്കി കൊടുത്തിട്ട് ആകാശ് വരുന്നുണ്ട്. ആ സമയത്ത് ശ്യാമും അങ്ങോട്ട് വരികയാണ്. ശ്യാമാണെങ്കിൽ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ശ്രുതി എന്നൊക്കെ വിളിച്ചിങ്ങനെ നടക്കുക. അങ്ങനെ അശ്വിനെ കാണുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, എന്തായാലും ഈ ഭാഗത്തോട്ട് പോകണ്ട, ഇവിടെ ഇല്ലാന്നാ തോന്നുന്നേ, നമുക്ക് ആ ഭാഗത്തോട്ട് അന്വേഷിക്കാമെന്ന്. വേണ്ട, ഞാൻ ഇങ്ങോട്ട് തന്നെ പോകുന്നേ എന്നും പറഞ്ഞ് അശ്വിൻ അങ്ങ് പോകുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരായിട്ടാണല്ലോ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അവളെ കിട്ടാൻ പോകുന്നില്ല. ഇനിയേ ശ്രുതി എനിക്ക് സ്വന്താ, അവളെക്കുറിച്ച് നീ ഇനി അന്വേഷിക്കാനേ പോകണ്ട, നിനക്ക് കിട്ടില്ല എന്നൊക്കെ ശ്യാം ഇങ്ങനെ പറയുന്നു.